പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേരിടുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായി. പാർട്ടിയുടെ പരമോന്നത നേതാവായ കുമാരി മമതാ ബാനർജി അവരുടെ വീടിരിക്കുന്ന മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. അതൊക്കെ മനസ്സിലാക്കാം. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജയവും തോൽവിയുണ്ടാവും. ഏത് കാലത്തും ഭരണത്തിലിരിക്കാൻ പറ്റുകയില്ല. ഇടക്കാലത്ത് കുറച്ചു കാലം പ്രതിപക്ഷത്തിരിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ജയവും ശാശ്വതമല്ല. ചിലപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടാവും. മമതാ ബാനർജി തോറ്റതിലും അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി തോറ്റിട്ടുണ്ട്. മാരാരിക്കുളത്ത് അച്യുതാനന്ദൻ തോറ്റിട്ടുണ്ട്. അതുപോലെ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്. ജനിച്ചു വളർന്ന ഗ്വാളിയോർ മണ്ഡലത്തിൽ സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിന് തോറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മമതാ ബാനർജിയുടെ പരാജയം അത്ര വലിയൊരു മഹാസംഭവമായിട്ട് കണക്കാക്കേണ്ടതില്ല. പക്ഷേ അതിന് ശേഷമുണ്ടായ സംഭവങ്ങളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ട് മമതാ ബാനർജിയുടെ ഒരു സ്വകാര്യ സ്വത്താണ്. അവരുടെ അനന്തരവനാണ് ആ പാർട്ടിയുടെ അനന്തരാവകാശി, നിയമപരമായ അവകാശി. അദ്ദേഹത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. കാൽക്കട്ടയിൽ ഒരു 3 മാസം മുമ്പൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ വിളക്കുകാലിലും മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും ചിത്രങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാരെ ബി ജെ പിക്കാർ ഓടിച്ചിട്ട് തല്ലുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതും സ്വാഭാവികമാണ്. കൽക്കട്ടയിൽ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ പൊതുവെ രാഷ്ട്രീയമായ അസഹിഷ്ണുത ഉണ്ട്. നേരത്തെ ബി ജെ പിക്കാരെ തൃണമൂൽ കോൺഗ്രസ്സുകാരാണ് തല്ലിയത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ ബി ജെ പിക്കാരാണ് തല്ലുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു അപകടം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ്സിൽ തന്നെയുള്ള ഒരു വലിയ വിഭാഗം എം എൽ എമാരും എം പിമാരും വിമതന്മാരെ അവർ മമതാ ബാനർജിയുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾക്ക് മമതാ ബാനർജിയുടെ എതിർപ്പില്ല, പക്ഷേ അഭിഷേക് ബാനർജിയെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അയാളാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത്, അയാളാണ് പണം വാങ്ങിയിട്ട് ആളുകൾക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നത് എന്നിവർ പറയുന്നു. എന്ന് മാത്രമല്ല, അതിലൊരു വിഭാഗം നല്ലൊരു വിഭാഗം എം എൽ എമാർ ചേർന്ന് ഈ സമീപകാലത്ത് തൃണമൂൽ കോൺഗ്രസ്സിൽ ചേക്കേറിയ പഴയ SFI നേതാവ് ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ട് സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്തു. ഈ സ്പീക്കർ ബി ജെ പിക്കാരനായതുകൊണ്ട് ഇങ്ങനെയുള്ള പല കഠിന കൃത്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ നില വെച്ച് നോക്കുകയാണെങ്കിൽ മമതാ ബാനർജിയുടെ വിരലിലുണ്ടാകുന്ന എം എൽ എമാർ മാത്രമേ ഇത് പിളർപ്പായിട്ട് അംഗീകരിക്കുമോ അതോ മറ്റവരെ അൺഅറ്റാച്ച്ഡ് ആക്കി ഈ മമതാ ബാനർജിയുടെ പാർട്ടിയുടെ കൊടിയും ചിഹ്നവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. അവരെ കൂറുമാറ്റക്കാരാക്കി പ്രഖ്യാപിച്ച് നിയമസഭാംഗത്വം റദ്ദാക്കുമോ എന്നൊക്കെ നമ്മളിന് കാത്തിരുന്ന് കണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് മമതാ ബാനർജിക്ക് വീണ്ടും വിചാരമുണ്ടായിട്ട് പശ്ചിമ ബംഗാളിലെ എല്ലാവരും അവർക്കെതിരാണ്. ബി ജെ പിക്കാരെതിരാണ്, ഋതബ്രത ബാനർജി എതിരാണ്, പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം എം എൽ എമാരും എം പിമാരും എതിരാണ്. കോൺഗ്രസ്സുകാർക്ക് ഇവരോട് യാതൊരു സഹതാപവും ഇല്ല. ഞാൻ പറഞ്ഞ ബംഗാളിലെ കോൺഗ്രസ്സുകാരനെതിരാണ്. ബംഗാളിലെ മാർക്സിസ്റ്റുകാർക്ക് ഇവരോട് കടുത്ത വിരോധവുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആപതിക്ക് ഇങ്കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായം എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് ദീദി പോരാട്ടം ഡൽഹിക്ക് മാറ്റുകയാണ്. ബംഗാളിലെ കോൺഗ്രസ്സുകാർ എന്ത് പറഞ്ഞാലും ദീദിയെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് നല്ല അഭിപ്രായമാണ്. അതുപോലെ നല്ല അഭിപ്രായമുള്ള 2-3 പേർ കൂടി ഡൽഹിയിലുണ്ട്. അവരെയൊക്കെ കൂട്ടുപിടിച്ച് ഇനി ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്താനാണ് ആയമ്മയുടെ തീരുമാനം. ഇത്ര നാളും അവർക്ക് ഇന്ത്യ സഖ്യം വേണ്ടായിരുന്നു. ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയ സമയത്ത് അതിന് ആദ്യം ടാങ്ക് വെച്ച ആളാണ് മമതാ ബാനർജി. അവർ പറഞ്ഞു CPM-കാരുമായിട്ട് യാതൊരുവിധ സമ്പർക്കത്തിൽ ഞാനില്ല, CPM-കാർക്ക് അവരുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നാണ്. അങ്ങനെയാണ് പശ്ചിമ ബംഗാളിൽ ആദ്യം തന്നെ ഇന്ത്യ സഖ്യം ഇല്ലാണ്ട് പോയത്. അടുത്ത ഘട്ടത്തിൽ അവർ പറഞ്ഞു ഈ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, സോണിയ കോൺഗ്രസ്, ഇവർ മഹാവഷളന്മാരാണ്, ഇവരുമായിട്ട് യാതൊരു വക നീക്കുപോക്കിനും ഞാൻ തയ്യാറല്ല. കാരണം അന്ന് ദീദിക്ക് നല്ല കാലമായിരുന്നു, ജനങ്ങൾ അവർക്ക് ക്യൂ നിന്ന് വോട്ടിയിരുന്ന കാലം. അപ്പോൾ ഇവരെ ആരും വേണ്ടായിരുന്നു. അങ്ങനെ സോണിയ കോൺഗ്രസും വേണ്ട, CPM-ഉം വേണ്ട, ആരും വേണ്ട. ബംഗാളിൽ ഞാൻ മാത്രം മതി, ഞാൻ പറയുന്നതാണ് നിയമം. അങ്ങനെ നെഞ്ചു പിടിച്ച് നടന്ന മമതാ ബാനർജി ഇപ്പോൾ വളരെ ക്ഷീണിതയായി. അവർ പറയുന്ന കോൺഗ്രസ്സുകാരെ, CPM-കാരെ, CPI-ക്കാരെ, ഫോർവേഡ് ബ്ലോക്കുകാരെ, RSP-ക്കാരെ ഓടി വരൂ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കും, നമുക്ക് എല്ലാവർക്കും കൂടി BJP-യെ തോൽപ്പിച്ച് ഈ രാജ്യത്ത് ഫാസിസത്തെ തുടച്ചു മാറ്റാം. അപ്പോൾ അവരൊക്കെ പറയുന്നത് പ്രിയ സഹോദരി, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ഫാസിസത്തെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് നേരിട്ടോളാം, ഭവതി അവനവൻ്റെ തടി രക്ഷിച്ചാൽ മതി എന്നാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇവരുടെ കെയർ ഓഫിൽ ജയിച്ച് MP-മാരായി വിലസുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഇങ്ങനെ മൗനം വിദ്വാനുഭൂഷണം എന്ന രീതിയിലിരിക്കുകയാണ്. അതിൽ വലിയൊരു പത്രപ്രവർത്തക എഴുത്തുകാരിയായിട്ടുള്ള സാഗരിക ഘോഷുണ്ട്. ക്രിക്കറ്റ് കളിക്കാരനായ യൂസഫ് പത്താനുണ്ട്. അയാൾ ഗുജറാത്തുകാരനാണ്. ഗുജറാത്തിൽ നിന്ന് യൂസഫ് പത്താനെ ബംഗാളി കൊടുത്ത് മത്സരിപ്പിച്ച് ജയിച്ചത് മമതാ ബാനർജിയാണ്.
ഇപ്പോൾ അയാളുടെ വിചാരം അയാളുടെ മറ്റേ 80 കൊണ്ടാണ് പാർലമെൻറ്റ് മെമ്പറായത്. അവരാരും തന്നെ ഇവരുടെ കൂടെ ഇല്ല. മഹുവ മൊയ്ത്ര മാത്രമാണ് കുറച്ചെങ്കിലും ദീദിക്ക് ഒരു പിന്തുണ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് മമതാ ബാനർജി. എല്ലാം മനസ്സിലാക്കാം. മീഡിയ വൺ ചാനൽ പോലും ഇപ്പോൾ മമതാ ബാനർജിക്കുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ്. വന്നിട്ട് പോയിട്ട് രാഹുൽ ഗാന്ധി മാത്രമാണ് മമതാ ബാനർജിയോട് അല്പമെങ്കിലും അലിവുള്ളത്. രാഹുൽ ഗാന്ധിയുടെ അലിവിലും കാരണത്തിലൊന്നും വലിയ കഥയില്ല. അതെപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്നതാണ്. ഈ ശ്രീകുമാരൻ തമ്പി സാറിനൊരു പാട്ടുണ്ടല്ലോ, കുംഭമാസ നിലാവ് പോലെ കുമാരിമാരുടെ ഹൃദയം എന്ന് പറഞ്ഞ്. കുമാരന്മാരുടെ കാര്യത്തിലും ഒരു പരിധിവരെ ശരിയാണ്. അത് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ശരിയാണ്. രാഹുൽ ഗാന്ധി കാലത്ത് രാവിലെ ഒരാളെ പിന്തുണച്ചു എന്ന് വെച്ചാൽ ഉച്ചയാകുമ്പോൾ പിന്തുണ പിൻവലിക്കാൻ പഠിക്കുന്ന ആളല്ല. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലെത്തിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തി ഈ രാജ്യത്ത് പ്രതിപക്ഷങ്ങളുടെ ഒരു ഐക്യനിര കെട്ടിപ്പടുത്ത് നമുക്ക് ഫാസിസത്തെ ബി ജെ പിയും ആർ എസ് എസിനെയൊക്കെ തോൽപ്പിച്ച് കളയാം എന്നാണ് പാവത്തിൻ്റെ മനോരഥം. ഇങ്ങനെയുള്ള ദുർബലമായ പ്രതീക്ഷകളില്ലെങ്കിൽ മനുഷ്യ ജീവിതം തന്നെ വളരെ കഷ്ടത്തിലാവും. അതുകൊണ്ട് മമതാ ബാനർജിയുടെ ഈ ഉറച്ചു നിൽക്കാനുള്ള കഴിവിൽ ഞാൻ അഭിമാനിക്കുകയും അസൂയ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി അധികം നാളൊന്നും ഉണ്ടാവില്ല. ആകെ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെ അരനാഴിക മാത്രം ഈ ഉടുപ്പ് മാറ്റുവാൻ എന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. മമതാ ബാനർജിക്ക് എന്തെങ്കിലും പറ്റിയാൽ പാവം അഭിഷേക് ബാനർജി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ മാത്രം നമുക്ക് ആകെ ഒരു വിഷമമുള്ളൂ. കാരണം എട്ടും പൂട്ടും തിരിയാത്തൊരു ചെറുപ്പക്കാരനാണ് നമ്മുടെ ചാണ്ടി ഉമ്മനെ പോലെ. അങ്ങനെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചവനാണ്. ഇത്ര നാൾ ദീദി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു നിലക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. ഇനി ദീദി അല്ല ഇ ഡി ആണ് വരാൻ പോകുന്നത്. ഇ ഡിയും സി ബി ഐയും മമതാ ബാനർജിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ അന്വേഷിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാവപ്പെട്ട നമ്മുടെ അനന്തരവൻ ചെക്കൻ്റെ കാര്യം എന്താവും എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ എനിക്കൊരു മനപ്രയാസമുണ്ട്. ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ സങ്കടമായിരിക്കും പാവം ദീദി അനുഭവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൂട്ടുകയാണ്. കൂടുതൽ പറയാൻ എനിക്ക് ശക്തിയില്ല. ജയ് ഹിന്ദ്.